മക്കൾസ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ സ്ഥിരം ക്വസ്റ്റ്യൻ കണ്ടുവരുന്ന ഒരു ഏരിയയാണ് MOT എന്ന് പറയുന്ന ഏരിയ. MOT എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഈ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പോസ്റ്റലേറ്റ്സ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ അതിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട്, അഥവാ മോളിക്യൂൾസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ MOTയിൽ നമ്മൾ പഠിക്കുമ്പോൾ, മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിൽ പഠിക്കുമ്പോൾ ഈ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ എഴുതുന്ന മോളിക്യൂൾസിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 14 കുറവോ ആണെങ്കിൽ, 14 കുറവോ ആണെങ്കിലുള്ള ഓർഡർ σ1s2, σ*1s2, σ2s2, σ*2s2 ഇതെല്ലാവർക്കും അറിയാം. ഇവിടെ മുതലാണ് ചില ആളുകളെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കി തെറ്റിക്കാറുള്ളത്. π2px, π2py, σ2pz, π*2px, π*2py, σ*2pz. ഇതെങ്ങനെ ഓർത്ത് വെക്കുക? സംഭവം സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് നോക്കിയാ ഈ σ1s2, σ*1s2, σ2s2, σ*2s2 അത് നിങ്ങൾ തെറ്റിക്കൂലല്ലോ. അടുത്ത് നോക്കിക്കേ, π2px, π2pyയിൽ ഇത് x, ഇത് y, ഇത് z. അപ്പോൾ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡർ പ്രകാരം x, y, z എന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ x, y, z എന്നിട്ടിട്ട് ഓർഡറിൽ എഴുതുക. അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് സ്റ്റാർ ഇട്ടിട്ട് x, സ്റ്റാർ ഇട്ടിട്ട് y, സ്റ്റാർ ഇട്ടിട്ട് z. അപ്പോൾ x, y, z ഓർഡറിലായിരിക്കും 14 കുറഞ്ഞാലുള്ള എണ്ണം. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു പോയിന്റ് എന്താണ്, ഈ എക്സും വൈയും വരുന്നത് എപ്പോഴും പൈ ബോണ്ട് ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും കൂടെ പൈ ആയിരിക്കും വരിക, സെഡിൻ്റെ കൂടെ വരുന്നത് എന്താ, സിഗ്മയാണ് വരിക. ഓക്കെ, പിന്നെ മാത്രമല്ല എക്സിൻ്റെയും വൈൻ്റെയും എനർജി എപ്പോഴും ഈക്വൽ ആണ്. അതുകൊണ്ട് π2px ഈക്വൽ ടു π2py, σ2pz, π*2px ഈക്വൽ ടു π*2py, σ*2pz. അത് സെറ്റാണെന്ന് വിചാരിക്കുന്നു. x, y, z എന്നിട്ട് അതിന് സ്റ്റാർ ഇട്ടിട്ട് വീണ്ടും x, y, z ഓർഡറിലായിരിക്കും. ഇലക്ട്രോണിൻ്റെ എണ്ണം 14 കുറവോ ആണെങ്കിൽ നിങ്ങളുടെ മോളിക്യൂൾസിൽ. ഇനി 14 കൂടുതലാണെങ്കിൽ ഇതേ സാധനം തന്നെ ചെറിയൊരു വ്യത്യാസം. നോക്കിക്കേ, ഈ ഓർഡർ തന്നെയല്ലേ ഇത്, അതിൽ വ്യത്യാസമല്ല. അവസാനത്തതും വ്യത്യാസമല്ലല്ലോ, ഇല്ല. പിന്നെ എന്താ പ്രശ്നം? ഇവിടെ x, y, z എന്നുള്ള ഓർഡർ ചെറുതായിട്ട് മാറി, z ഒന്ന് മുന്നിൽ കയറി, z, x, y എന്നായി. എന്ന് വിചാരിച്ചാൽ അവസാനത്തെ ഓർഡറിൽ വ്യത്യാസമല്ല. അവസാനത്തെ ഓർഡർ സ്റ്റാർ ഇട്ടിട്ട് x, y, z തന്നെ. അപ്പോൾ ആകെ ചെറിയൊരൊറ്റ വ്യത്യാസം, ഈ π2pxയും π2pyൻ്റെയും ഈക്വൽ ടു അതിന് വരുന്ന σ2pz മുന്നിലേക്ക് കയറി. അഥവാ σ2pz x, y. അഥവാ ഇവിടെ എന്തായിരുന്നു ഓർഡർ, x, y, z എന്ന ഓർഡർ ആയിരുന്നു. ഇവിടെ എന്താണ് ഓർഡർ, z, y, x എന്നാണ് ഓർഡർ. താഴത്ത് സെയിം തന്നെ, താഴത്ത് x, y, z തന്നെ, ഇവിടെയും x, y, z തന്നെ. അപ്പോൾ ഈ ഓർഡർ ഇനി തെറ്റിക്കൂലല്ലോ, ഇത് സെറ്റല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറം വെച്ചിട്ട് പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡയഗ്രാം വരയ്ക്കാൻ. ഡയഗ്രാം വരയ്ക്കാൻ കുറേ സ്റ്റുഡൻസ് പലപ്പോഴും അയ്യോ അതെങ്ങനെയാണ് വരയ്ക്കുക, അത് പ്രശ്നമാണല്ലോ എന്ന് പറയാറുണ്ട്. വെരി സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. നോക്കിക്കോടാ മക്കളെ, ഇലക്ട്രോണിൻ്റെ എണ്ണം 14 കുറവാണെങ്കിൽ, 14 കുറവോ ആണെങ്കിൽ വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. ശ്രദ്ധിച്ചോ മക്കളെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വര, അടുത്ത വര, അടുത്ത വര, അടുത്ത വര, ഒരു 4 വര അങ്ങ് കൊടുത്തോളാം. അതിന് ഇലക്ട്രോണിൻ്റെ എണ്ണം ഗ്രേറ്റർ ദാൻ 14 ആണെങ്കിലും ഈ 4 വര വെക്കാം. അപ്പോൾ നമുക്ക് പഠിച്ചു വെക്കാൻ ഈസി ആയിട്ട് വര 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 വരോ വര, അങ്ങനെ 4 വര കൊടുക്കുക. ദെൻ നമ്മൾ പഠിച്ച ഓർഡർ എന്താണ്, x, y, z. ഇത് നിങ്ങളുടെ മൈൻഡിലുണ്ടല്ലോ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കടാ, x, y, z ഓർഡറിലല്ലേ നമ്മൾ പറഞ്ഞത്. ദെൻ എക്സിൻ്റെയും വൈൻ്റെ എനർജി ഈക്വൽ ആണ്. അപ്പോൾ 2 വര ഒരുമിച്ച് വരും. എന്താ കാരണം, ഈക്വൽ ആണ് എനർജി. അപ്പോൾ x, y, z മുകളിൽ, വീണ്ടും അതിന് സ്റ്റാർ ഇട്ടിട്ട് സ്റ്റാർ x, സ്റ്റാർ y, സ്റ്റാർ z, സെറ്റ്. ഇതിനെ നിങ്ങളൊരു ബോക്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്ററിലുള്ള കോൺഫിഗറേഷൻ കിട്ടും. വിച്ച് മീൻസ് നോക്കിക്കോടാ, ഇതാ ഇത് നിങ്ങളിങ്ങനെ ഓരോ ബോക്സ് ആക്കി മാറ്റുന്നു. ആ വരകളൊക്കെ ഓരോ ബോക്സ്, ഇത് 2 ബോക്സാണ്. ഓക്കെ, റെഡി? യെസ്, ഇതും 2 ബോക്സാണ്. എൻ്റെ വരയുള്ള വൃത്തിയൊന്നും നോക്കണ്ട, നിങ്ങൾ കോണ്ടന്റ് സെറ്റാക്കിയാൽ മതി. റെഡി മക്കളെ? ദെൻ നമ്മൾ സിമ്പിളായിട്ട് ഇതിന് പേര് കൊടുക്കുന്നു. എങ്ങനെയാണ് പേര്? σ1s, σ*1s, σ2s, σ*2s. യെസ്, അപ്പോൾ ഇതേതാ, π2px ഈക്വൽ ടു π2py. കണ്ടോ ട്രിക്ക് കണ്ടോ? ദെൻ ഇതേതാ, σ*2pz. സോറി, σ2pz. സ്റ്റാർ ഇല്ല, സ്റ്റാർ വരുന്ന അടുത്തതാണ് σ2pz. ഇത് ഇനി നേരെ സ്റ്റാർ ഇട്ട് കൊടുക്കുക, π2px, ഓക്കെ, π*2py, ഓക്കെ, σ*2pz. റെഡിയാണോ മക്കളെ? ദെൻ ഇനി നിങ്ങളോട് ഒരു പ്രത്യേക ആളെ കുറിച്ചായിരിക്കും ചോദിക്കുക. അപ്പം ഇലക്ട്രോണിൻ്റെ എണ്ണം 14 കുറവാണെങ്കിലാണ് ഇത് എഴുതാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളോട് N2ൻ്റെതാണ് എഴുതാൻ പറഞ്ഞതെന്ന് വിചാരിച്ചോ. ആരുടെയാണ് എഴുതാൻ പറഞ്ഞത്? N2ൻ്റെ പ്രത്യേകത എന്താ? അതിൽ 14 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 14 ഇലക്ട്രോൺ N2-ലായതുകൊണ്ട് ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം N2 നിങ്ങൾ എഴുതുമ്പോൾ N2ൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ σ1s, σ*2s ആണല്ലോ എഴുതുക. ശ്രദ്ധിച്ചാൽ മക്കളെ, വെരി സിമ്പിൾ. എത്ര ഇലക്ട്രോണാണ്? 14 ഇലക്ട്രോൺ അല്ലേ? നിങ്ങൾ ഓൾറെഡി 14 കുറവാണെങ്കിലുള്ള ചിത്രം സെൻറ്ററിൽ വരച്ച് വെച്ചു. ഇനി 14 ഇലക്ട്രോൺ അല്ലേ? ഓരോന്നിലും 2 എണ്ണം വീതമേ ഫില്ല് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്കറിയാം. യെസ്, അപ്പോൾ 2 എണ്ണം ഇവിടെ കൊടുക്കും.
സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. ദെൻ അടുത്തതിൽ വരുമ്പോൾ എക്സിനും വൈനും ഓരോന്ന് കൊടുക്കണം, പിന്നെ ബാക്കിയുണ്ടെങ്കിൽ പിന്നെയും കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ എത്ര എണ്ണമായി? 2, 4, 6, 8. ഇനിയും ബാക്കിയുണ്ട്. നോക്കിക്കോട്ടോ 10, 12. ഞാൻ ആദ്യം തന്നെ പെയർ ചെയ്ത് കൊടുത്തതാണ്, കാരണം ബാക്കി നമ്മുടെ കയ്യിലുണ്ട്. സോ 2, 4, 6, 8, 10, 12, 14. യെസ്, ഇതാണ് നമ്മുടെ ഓർഡർ. ഇനി സെൻറ്ററിൽ അപ്പുറത്തും ഇപ്പുറത്തും കുറേ കോളങ്ങൾ വരച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെയാണ് വരക്കുന്നത്? അത് അതിലേറെ ഈസി. നോക്കിക്കോ, നൈട്രജൻ്റെ 14 ഇലക്ട്രോൺ വന്നാൽ ഇങ്ങനെയാണ് എഴുതിയത് നമ്മൾ പറഞ്ഞു. നൈട്രജൻ 1 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ കോൺഫിഗറേഷൻ എഴുതി പഠിച്ചത്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ എഴുതി പഠിച്ചത്? നൈട്രജൻ 1 ആണെങ്കിൽ 1s2 2s2 2p3. എത്ര നൈട്രജൻ ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ വീണ്ടും നൈട്രജൻ 1s2 2s2 2p3. ഓക്കെ, വിച്ച് മീൻസ് കേട്ടോ മക്കളെ, കേട്ടോ ഇവിടെ നിങ്ങൾ 1s എഴുതുക, അവിടെയും നിങ്ങൾ 1s എഴുതുക, കാരണം 2 1s വരുന്നുണ്ട്. സോ ഈ സിഗ്മ 1sൻ്റെയും സിഗ്മ സ്റ്റാർ 1sൻ്റെയും ഇടയ്ക്കായിട്ട് നിങ്ങൾ ഇവിടെ 1s ഇവിടെ 1s, കാരണം എന്താ, ഈ 1sഉം ഈ 1sഉം കമ്പൈൻ ചെയ്തിട്ടാണ് സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം ആയത്. 1sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ. അപ്പോൾ 1s2 1s2. ഈ 1sഉം ഓക്കെ, ഈ 1sഉം കമ്പൈൻ ചെയ്തിട്ടാണ് ദാ സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം ആയത്. ദെൻ അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത് 2s. 2s എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അത് ഈ സിഗ്മ 2sൻ്റെയും സിഗ്മ സ്റ്റാർ 2sൻ്റെയും ഇടയ്ക്ക് എഴുതും. 2s അതിന് ബോക്സ് വരക്കാം. 2s. ദെൻ അടുത്തത് 2s. എൻ്റെ വരയുള്ള വൃത്തി നോക്കരുതേ. യെസ്, 2s നോക്കടാ. 2s കണ്ട, 2s. അപ്പോൾ 2sൽ 2 എണ്ണം. കാരണം എന്താ? 2s2 കമ്പൈൻ ചെയ്ത് സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. ദെൻ അടുത്തത് 2p3. എത്ര എണ്ണം? 2 എണ്ണം. 2p3 എഴുതുമ്പോൾ തെറ്റിക്കല്ലേ, പിയിൽ 3 ഓർബിറ്റലാണ്. സോ പിയിൽ 3 ഓർബിറ്റലാണ്. സോ ഞാൻ പിയിൽ 3 ഓർബിറ്റൽ അങ്ങ് വരക്കും. പിയിൽ ഞാൻ 3 ഓർബിറ്റൽ അങ്ങ് വരക്കും. ദെൻ ഈ 2pയും 2pയും കൂടി ചേർന്നിട്ടാണ് ഇത്രയും പൈ 2pxും പൈ 2pyയും സിഗ്മ 2pzും പൈ സ്റ്റാർ 2pxും പൈ സ്റ്റാർ 2pyയും സിഗ്മ സ്റ്റാർ 2pz ഉണ്ടായത്. കാരണം ഇവിടെ 3 എണ്ണം, അവിടെ 3 എണ്ണം, ടോട്ടൽ 6 എണ്ണം. നോക്കിയാൽ 1 2 3 4 5 6 ബോക്സ്. അവിടുത്തെ 3 ബോക്സും ഇവിടുത്തെ 3 ബോക്സും, അഥവാ 3 ഓർബിറ്റലും കൂടി ചേർന്നിട്ടാണ് 6 മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടായത്. വിച്ച് മീൻസ് ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ വരക്കുന്നു. യെസ്, ഇവിടെയും നമ്മൾ വരക്കുന്നു. ആണോ? ഇനി എന്താ? 2p3 അല്ലേ? 2p3 ഓരോന്ന് 2p3 കഴിഞ്ഞട മക്കൾ. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. റെഡി? ഇങ്ങനെ ഇത് ഇലക്ട്രോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 ആണെങ്കിൽ ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14 എങ്ങനെ വരക്കും? വെരി സിമ്പിൾ ആയിട്ട് വരക്കും. ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ 14 ആണെങ്കിൽ, ഈക്വൽ ടു ഇല്ല, ഇലക്ട്രോൺ ഗ്രേറ്റർ ദാൻ 14 ആണെങ്കിൽ നമുക്കറിയാം ZXY എന്നത് മാത്രമാണ് അവസാനം ഓർക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്ക് പറയുന്നു, വര. ഓക്കെ, ഒന്നുകൂടി താഴത്തേക്കാക്കി വരക്കാം. ഓക്കെ, നോക്കടാ, വര. ദെൻ നമ്മൾ എന്ത് വരയ്ക്കുന്നു? നമ്മൾ നേരത്തെ XYZ എന്ന് പറഞ്ഞ ഓർഡറിനെ നേരെ മറിച്ചിടുന്നു. ZXY. Z എന്ന് പറയുമ്പോൾ ഒറ്റ വര. XYക്ക് രണ്ടും ഒരേ എനർജി ആയതുകൊണ്ട് ZXY. പക്ഷെ അവസാനത്തെ വീണ്ടും X സ്റ്റാർ Y സ്റ്റാർ Z സ്റ്റാർ ആണ്. ഓക്കെ, ദെൻ നമ്മൾ കൊടുക്കുന്നു, ബോക്സ് ആക്കുന്നു. റെഡി മക്കൾസ്? ഇനി നമ്മൾ വേഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യെസ് നോക്കടാ. എന്താ പേരുകൾ? വെരി സിമ്പിൾ. ഇത് സിഗ്മ 1s ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് സിഗ്മ സ്റ്റാർ 1s ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് സിഗ്മ 2s ആണ്. ഇത് സിഗ്മ സ്റ്റാർ 2s ആണ്. ദെൻ ഇത് സിഗ്മ 2pz, കാരണം z ആദ്യം കയറി. ഇതോ പൈ 2px. ഇതോ പൈ 2py. ഇതോ പൈ സ്റ്റാർ 2px. കാരണം അവസാനത്തെ ഓർഡർ എപ്പോഴും സെയിം ആണ്. ദെൻ സിഗ്മ സ്റ്റാർ 2pz. അവസാനം എപ്പോഴും സിഗ്മ സ്റ്റാർ 2pz ആണ്. ദെൻ നിങ്ങൾ എടുക്കുന്ന ആൾ O2 ആണെന്ന് വിചാരിച്ചോ, 16 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിച്ചോ. മീൻസ് O2 16 ഇലക്ട്രോൺ ആണ്. 16 ഇലക്ട്രോൺ ആകുമ്പോൾ നിങ്ങൾ എങ്ങനെ ഫില്ല് ചെയ്യും? നോക്കിക്കോ. 2 4 6 8 10 12 14. ഇനി 16 ആണ്. ഓരോന്നേ ബാക്കിയുള്ളൂ. ഇവരുടെ രണ്ടുപേരുടെ എനർജി ഈക്വൽ ആയതുകൊണ്ട് ഒന്ന് ഇവിടെയും. ഇനി എന്താ നമ്മുടെ പണി ബാക്കി? എന്താ ബാക്കി? സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം എങ്ങനെ ആയിരിക്കും ഉണ്ടായത്? 1sഉം കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അല്ലേടാ. സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ 2s ഉണ്ടായത് എങ്ങനെയായിരിക്കും? 2sഉം കമ്പൈൻ ചെയ്തിട്ടായിരിക്കും. ബാക്കിയുള്ള പി ഓർബിറ്റലൊക്കെ ഉണ്ടായത് എങ്ങനെയായിരിക്കും? 2pയും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ എത്ര ഇലക്ട്രോൺ ആണെന്നാണോ കൺഫ്യൂഷൻ? വെരി സിമ്പിൾ. ഓക്സിജൻ്റെ എഴുതുക 1s2 2s2 2p4.
അങ്ങനത്തെ ഒന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ 2 ഓക്സിജൻ കൂടി ചേർന്നിട്ടാണ് O2 ഉണ്ടായത്. യെസ്, 1s 2 1s2, 2s 2 2s2, 2p 4 1 2 3 4. അപ്പുറത്തും അതേപോലെ 1s 2, 2s 2, 2p 4 1 2 3 4. ദെൻ നമ്മൾ കമ്പൈൻ ചെയ്യുന്നു. വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ, വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് ടെറിബിൾ. നോക്കടാ. യെസ്, മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. നമ്മളിപ്പോൾ വരച്ചത് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. MOT തിയറി ഉപയോഗിച്ചിട്ട് അതിൻ്റെ കോൺഫിഗറേഷൻ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം എങ്ങനെ വരക്കാമെന്നതാണ് സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എക്സാമിന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 3 മാർക്കോളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുക്കുമ്പോൾ സ്കെയിലും പെൻസിലൊക്കെ വെച്ചിട്ട് വരച്ച് വൃത്തിയായിട്ട് വരച്ചു കൊടുക്കണം എന്നുകൂടി അപേക്ഷിക്കുന്നു. സോ ഈ പഠിപ്പിച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. സെറ്റ്. താങ്ക് യു. ബൈ.